ഏറെ കാത്തിരിപ്പിന് ശേഷം KEB ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിലേക്ക് PSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. നേരത്തെ മസ്തൂർ എന്ന പേരിൽ അറിയപ്പെട്ട തസ്തികയാണ് ഇലക്ട്രിസിറ്റി വർക്കർ എന്ന പേരുമാറ്റം ഉൾപ്പെടെയുള്ള മാറ്റങ്ങളോടെ ഏപ്രിൽ 30 ഗസറ്റിൽ വിജ്ഞാപനമായത്. മുൻപ് വനിതകളെ ഈ തസ്തികയിൽ അപേക്ഷിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഇത്തവണ വനിതകൾക്കും അപേക്ഷ നൽകാം. ഇതുവരെ 985 ഒഴിവുകളും റിപ്പോർട്ട് ചെയ്ത ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിലേക്ക് ജൂൺ 3 വരെ അപേക്ഷിക്കാം. പൂർണ്ണ വിജ്ഞാപനവും അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച വിശദ വിവരങ്ങളും മെയ് 4 പുറത്തിറങ്ങിയ മലയാള മനോരമ തൊഴിൽ വീതിയിലുണ്ട്. ഇത്തവണ യോഗ്യതയിൽ ഉൾപ്പെടെ മാറ്റങ്ങളോടെയാണ് വിജ്ഞാപനം. SSLC ജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം. സർക്കാർ അംഗീകാരമുള്ള 2 വർഷത്തെ നാഷണൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ, വയർമാൻ എന്നിവയാണ് ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിൽ അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ. നിശ്ചിത ശാരീരിക യോഗ്യതകളും ഉണ്ടായിരിക്കണം. ഉയരം 157.48 സെന്റിമീറ്റർ പുരുഷൻ, 144.78 സെന്റിമീറ്റർ വനിത. നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. വർണ്ണാന്തത പാടില്ല. പുറംജോലി ചെയ്യാനുള്ള ശാരീരിക ക്ഷമത വേണം. പോസ്റ്റിൽ കയറുന്നതിനുള്ള വൈദഗ്ധ്യം പരിശോധിക്കാൻ 9 മീറ്റർ ഉയരമുള്ള ഇലക്ട്രിക്കൽ പോസ്റ്റിൽ 8 മിനിറ്റിനുള്ളിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന പ്രായോഗിക പരീക്ഷയുണ്ട്. ഒട്ടേറെ പേർക്ക് നിയമനത്തിന് അവസരമൊരുക്കുന്ന തസ്തികയാണിത്. KEB 15 വർഷത്തിന് ശേഷമാണ് ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിലേക്ക് വിജ്ഞാപനം ക്ഷണിക്കുന്നത്. 2011 മാർച്ച് 31 ഈ തസ്തികയുടെ മുൻ വിജ്ഞാപനം. 14 ജില്ലയിലുമായി 10,000-ലധികം പേരാണ് മസ്തൂർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. 4,020 പേർക്കാണ് മസ്തൂർ ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ ലഭിച്ചത്. വിജ്ഞാപനം വരും മുൻപേ ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയുടെ 985 ഒഴിവുകളാണ് KEB PSCയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജില്ലാതല നിയമനമായതിനാൽ വിവിധ ജില്ലകളിലാണ് അവസരം. ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ്, 139 ഒഴിവ്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 100-ൽ കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപേക്ഷാ പ്രക്രിയയും പരീക്ഷയും പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോഴേക്കും ഈ ഒഴിവുകൾ ഇനിയും വർദ്ധിക്കും. ഓരോ ജില്ലയിലും ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ കൂടി നോക്കാം. തിരുവനന്തപുരം 101, കൊല്ലം 49, പത്തനംതിട്ട 24, ആലപ്പുഴ 70, കോട്ടയം 64, ഇടുക്കി 96, എറണാകുളം 139, തൃശൂർ 62, പാലക്കാട് 68, മലപ്പുറം 64, കോഴിക്കോട് 117, വയനാട് 26, കണ്ണൂർ 73, കാസർഗോഡ് 32. വിജ്ഞാപനം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ മെയ് 4 പുറത്തിറങ്ങിയ മലയാള മനോരമ തൊഴിൽ വീതിയിലുണ്ട്.